ഗൈസ് നമ്മളാണെങ്കിൽ ഇന്നൊരു വ്ളോഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ വ്ളോഗാണെങ്കിൽ ഞാൻ ഓർക്കണം അതിലാണെങ്കിൽ നമ്മൾക്കാണെങ്കിൽ ഇവിടെയുള്ള ബ്യൂട്ടിഫുൾ തിങ്സൊക്കെയാണ് കാണിക്കണത്. എന്ന് വെച്ചാൽ റിവർ, പിന്നെ ഇവിടെ ആണെങ്കിൽ സമ്മറല്ലേ, സമ്മറാണെങ്കിൽ ഇവിടെ കുറേ ആപ്പിൾസും പിന്നെ അതൊക്കെ ബ്ലൂബെറീസും ഉണ്ട്. പിന്നെ നമ്മളൊന്ന് വാക്ക് ചെയ്യാൻ കൂടി പോവാണ്. അപ്പോൾ നമ്മൾ നോക്കാം അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഗൈസ്. ഹലോ അപ്പി, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണേ? നടക്കാൻ ഇറങ്ങിയതാടാ, ഇവിടെ കാണുകയും ചെയ്യാലോ. നമ്മളെവിടെ ഇപ്പൊ പോണത്? എന്തായാലും ഞങ്ങള് പോണത് ഇവിടെ അടുത്തേ ഒരു ലേക്ക് ഉണ്ട് ചെറിയ. ആ ലേക്കില് നമുക്കവിടെ പോയിട്ട് ആ സൈഡിൽ കൂടെയൊക്കെ നടക്കുകയും ചെയ്യാം. ലേക്കില് കുറച്ച് ബേഡ്സ് ഒക്കെ ഉണ്ട്, അതിനെ കാണാം. നമ്മളിനി ഒന്ന് ആപ്പിളൊക്കെ പറിക്കുന്നില്ലേ? അവിടെ ആപ്പിൾ ഉണ്ടോ എന്ന് നോക്കാം, നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പറിക്കാം. അവിടെ ഉണ്ടോ നമുക്ക് അറിയില്ലട്ടാ. ഇവിടെ അടിപൊളി സ്ഥലമല്ലേ, അങ്ങോട്ടേക്ക് നോക്കി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈവേ. ഹൈവേ കാണാനുണ്ടോ? നമ്മുടെ റോഡിന്റെ സൈഡാണ്, ഹൈവേ ആണ്. എന്താടാ വാത്തു, തൻ്റെ സ്കൂൾ ഇവിടെ അല്ലേ? സ്കൂള് കാണിച്ചു കൊടുക്കണം നമുക്ക് ആ ഭാഗത്തല്ലേ. ഇവിടുത്തെ വീടുകളും ഇവിടുത്തെ ഇതൊക്കെ കണ്ടോ, നല്ല അടിപൊളിയല്ലേ. എല്ലാ വീട്ടിലും ഇവിടെ ഉണ്ട്. എന്നാന്നറിയോ, പൂന്തോട്ടം പോലെ ചെറിയ ചെറിയ പൂന്തോട്ടവും കാര്യങ്ങളും ഉണ്ടാവും. നല്ല വീടും ഫ്രണ്ടും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. തനിക്ക് തണുക്കണമൊന്നുമില്ലടാ. സമ്മറാന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര ഉണ്ടെന്ന് ഓർത്താ ഇവിടെ? തനിക്കെല്ലാം ചൂടല്ലേ. അങ്ങനെ ചിക്കനൊക്കെ കഴിച്ചോടാ, എപ്പോഴും ചിക്കൻ കഴിച്ചാൽ മതി. ഞാൻ എന്താടാ നോക്കണേ പാത്തൂസേ? എടാ അതേ ഫുട്ബോൾ കളിക്കണടാ പിള്ളേർ. ഇവിടുത്തെ ഞങ്ങളുടെ ഗ്രൗണ്ടാണ് കേട്ടോ ഇത് കേട്ടോ. ഇവിടെ സ്കൂളിലെ പിള്ളേർ എല്ലാ ആൾക്കാരും കളിക്കുന്ന ഗ്രൗണ്ടാണ്. ചെറിയ ചെറിയ മാച്ചസ്, ചെറിയ ചെറിയ ടൂർണമെൻ്റൊക്കെ നടത്താറുണ്ട്. മെയിൻ ഫുട്ബോളിൻ്റെ ആണ്. അപ്പോൾ എല്ലാ വീക്കെൻഡും ഇവിടെ പിള്ളേർ വരാറുണ്ട് അല്ലേ. ആ, സ്കൂളുകൾ തമ്മിലുള്ള മാച്ചൊക്കെ ഇവിടെയല്ലേ നടക്കണേ? അടിപൊളി ഗ്രൗണ്ടാണല്ലോ, വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. ഇത് പല ഇതുണ്ടെന്ന് തോന്നുന്നു അല്ലേ, പല കോർട്ടുണ്ടല്ലോ, പല കോർട്ടിൽ കളിക്കാം അല്ലേ. സെവൻസ് ആയിരിക്കും, സെവൻസ് കളിക്കാനായിരിക്കും അല്ലേ. ആ, അടിപൊളിയാണ്. പൂക്കളൊക്കെ ആയിട്ട് സമ്മറായതുകൊണ്ട് എല്ലാ പൂക്കളും വിരിഞ്ഞിരിക്കുമ്പോൾ നല്ല കാണാൻ നല്ല രസമാണ്. എൻ്റെ ഫ്രണ്ട്സ് വല്ലതും ഉണ്ടോന്ന് ചോദിക്കാവോ? എൻ്റെ ഫ്രണ്ട്സ് വല്ലതും ഉണ്ടോന്ന് ചോദിക്കേ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും വരാറില്ല മാക്സിനൊന്നും. ഇങ്ങനെ നമുക്ക് വിളിക്കും, അവർ വിളിക്കുമ്പോൾ മാത്രമേ വരാൻ പറ്റുള്ളൂ, അല്ലാതെ എല്ലാവർക്കും വരാൻ പറ്റില്ലല്ലോ. അപ്പം നല്ല ഫുട്ബോൾ. ഞാനാണെങ്കിൽ ഇവിടെ ഒരു സൈൻ എഴുതിയിട്ടുണ്ട്, ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് ഇറങ്ങല്ലേ കേട്ടോ, അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇത് നല്ല ലേക്കാണ്, ലേക്ക് കണ്ടോ ഇവിടെ എഴുതി വെച്ചേക്കാണ്ടോ. അത്രയും ഡീപ്പാ. നമ്മളാണെങ്കിൽ കാല് വെക്കുമ്പോഴേക്ക് ഇവിടെ വരെയായിരിക്കും വന്നത്. അത്രയും ഡീപ്പാ. ഇവിടെ ആണെങ്കിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്വിം ചെയ്യാൻ പറ്റുള്ളൂ. സ്വിമ്മേഴ്സിനൊക്കെ എന്താ പറിക്കണേ? ഇതാണ് ബ്ലാക്ക്ബെറി. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ UK പൊതുവെ റോഡ് സൈഡുകളിൽ കൂടെയും പിന്നെ നമ്മുടെ ലേക്കിൻ്റെ തടാകത്തിൻ്റെ സൈഡിൽ കൂടെയും പലയിടത്തും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാട് പോലെ ഉണ്ടായി കിടക്കും ഈ സാധനം. ഇവിടെ ഇഷ്ടംപോലെ ഇതുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ പറിക്കാം, ആവശ്യത്തിന് പറിച്ചെടുക്കാം. പഴുത്തുണ്ട്, പഴുത്തുണ്ട്, പഴുത്ത് വന്നേ ഉള്ളൂ ചിലതൊക്കെ.
അവിടെയൊക്കെ കുറേ ഉണ്ട്. നല്ല പഴുത്തിരിക്കുന്നുണ്ട്. ഇവിടെ മുള്ളുണ്ടാ. ബ്ലാക്ക് കളറായിരിക്കും പഴുത്തതിനാകുമ്പോൾ നല്ല ബ്ലാക്ക് കളർ വരും. അത് കഴിക്കുമ്പോൾ എന്തൊരു ജ്യൂസിയാണെന്നറിയാമോ? പക്ഷെ എനിക്ക് ശകലം പുളിയുണ്ട്. അപ്പൊ ജ്യൂസ് ആയിട്ടായിരിക്കും. പിന്നെ അവിടെയൊക്കെ നല്ലുണ്ട്. പിന്നെ നമ്മൾ കയറാനാണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല മുള്ളുള്ള സ്ഥലം ഇത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഇതിൻ്റെയൊക്കെ ജ്യൂസ് കിട്ടും. 1 ലിറ്ററിൻ്റെ വലിയ ജ്യൂസിനൊക്കെ ആണെങ്കിൽ പോലും ഏതാണ്ട് 2 പൗണ്ട് 3 പൗണ്ടൊക്കെ, അതായത് നമ്മുടെ നാട്ടിൽ 300-350 രൂപ ഒരു ലിറ്ററിൻ്റെ ജ്യൂസിനൊക്കെ ആവും. നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടോ നമുക്ക്, ഒത്തിരി കാട് പോലെ പിടിച്ചേക്കുവാണ്. ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് ഒത്തിരി പറിക്കും. ആപ്പിൾ പോലെ ആയിരിക്കും, പക്ഷെ ആപ്പിളൊക്കെ ചെറുതാ. അപ്പൊ നമ്മളൊരു ബാഗ് വരെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് കുറേ ഉണ്ട്. അതുകൊണ്ട് ജാം ഉണ്ടാക്കാം നമുക്ക്. സ്ട്രോബെറി ഉണ്ടെന്ന് തോന്നുന്നു, അത് നല്ല പഴുത്താണ്. പക്ഷെ എടുക്കാൻ പറ്റൂല, നല്ല മുള്ള. അത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നത്. അത് വാപ്പ എടുത്തത് അത് നല്ല ജ്യൂസാണ് എടുത്തേ. ഇത് കണ്ട, ഇത് നല്ല, ഇതിൻ്റെ അകത്ത് നല്ല റെഡ് കളർ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇങ്ങനെ പ്രാങ്കൊക്കെ ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ ചോര വന്നെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വാട്ടർ. അവിടെ നല്ല കുറേ ഡക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ട്രെയിൻ പോയല്ലോ, അത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അതൊരു ട്രെയിൻ സ്റ്റേഷൻ ഈ പൂളിൻ്റെ അടുത്ത് തന്നെ. ഇവിടെ കുറേ വാക്കേഴ്സ് ഉണ്ട്, അതൊക്കെ പോവാം. ഇന്നലെ ഡീപ്പ്, അതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ അതിലോട്ട് കുറേ നോക്കാൻ പറ്റാം. നമ്മളെ ഇന്ത്യയിലുള്ള വെള്ളമൊന്നും പോലെയല്ല ഇത്. ഇവിടെ ആണെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും ഇല്ല. ആപ്പിള് ഞങ്ങളാണെങ്കിൽ കുറേ ആപ്പിൾസ് കണ്ടു ഇവിടെ. കണ്ടോ, ഇവിടെ മൂത്ത് വന്നേ ഉള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ കിടപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ, മൂത്ത് വന്നേ ഉള്ളൂ. ഇതെന്ത് ചെടിയാടാ ഇത്? ഇതെന്ത് സാധനം ഇത്? അറിയില്ല. നിങ്ങൾ ഈ കമന്റ് ചെയ്യട്ടോ എന്ത് ഫ്രൂട്ടാണ്, ഞങ്ങൾക്ക് അറിയില്ല. ഫ്രൂട്ട് ആണെങ്കിൽ പോസം. ഇതെന്താന്ന് അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ, എന്ത് ഐറ്റം എന്ന്. ആപ്പിൾ പറിക്കാനുള്ള മിക്ഷനിലാണ്. എനിക്കാണെങ്കിൽ ശരിക്കും എനിക്ക് എത്താം, പക്ഷെ ഇവിടെ ഫുള്ള് മൂന്നാണ്. നമ്മളാണെങ്കിൽ ഒരു സ്റ്റിക്ക് കിട്ടിയാലും മതി, അല്ലെങ്കിൽ വാപ്പിക്കാണെങ്കിൽ അത് അവിടം വരെ. ഞാനാണെങ്കിൽ എൻ്റെ ഷൂസ് അല്ല എടുക്കുന്നത്, നമുക്കാണെങ്കിൽ ആപ്പിൾ കുറേ കിട്ടിയിട്ടുണ്ട്. അതാണെങ്കിൽ കുറേ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ആക്കാം. മധുരം ഉണ്ടല്ലേ ഇതിന്? ചെറുതായാലും മധുരം വന്നു. ഒരു കടി എനിക്ക് തന്നതാ. അത്രയും ടേസ്റ്റാണ്. ഇത് ചെറുതായാലും മഞ്ഞയാണ്, സൂപ്പറാണ്. അവിടെ കുറേ അവിടെ ഉണ്ട്, നമുക്കാണെങ്കിൽ എടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ വാപ്പിയാണെങ്കിൽ ഒരു ട്രയൽ കൊടുക്കുക അല്ലേ? അവിടെയുണ്ട് അതൊക്കെ പോലൊക്കെ. വാപ്പിയാണെങ്കിൽ നല്ല ഇത് കണ്ട കുറേ ഉണ്ട് അവിടെ. അതാണെങ്കിൽ നമുക്ക് കുറേ എടുക്കാം. ഗായ്സ് ലുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളാണെങ്കിൽ UK വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പോകണം കേട്ടോ. ഇവിടെ പോയാൽ നിങ്ങൾക്കാണെങ്കിൽ ശരിക്കും ഫ്രീ ആയിട്ട് ആപ്പിളാണ് കിട്ടുന്നത്. ഗായ്സ്, നമ്മളാണെങ്കിൽ ഇവിടെ വെച്ചാണെങ്കിൽ നമ്മൾ ബ്ലൂബെറീസും ആപ്പിളൊക്കെ പറിച്ച് തീർന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.